ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലാണ് സ്വാഗതം. ഇന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 3-വേ ബോക്സ് എങ്ങനെ ചെയ്യാമെന്നാണ്. നമ്മളിപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് സ്വീറ്റൻ്റെ ഊഫറാണ്. 40 വാട്ട് 4 ohms 40 വാട്ടിൻ്റെ ഊഫറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ മിഡ് റേഞ്ച് ഡൈനിറ്റിയുടെ 5 ഇഞ്ചിൻ്റെ മിഡ് റേഞ്ചാണ് ഉപയോഗിക്കുന്നത്. അത് 80 വാട്ടിൻ്റെയാണ്. പിന്നെ ഉപയോഗിക്കുന്നത് സ്വീറ്റൻ്റെ സിപ്പിൻ്റെ ട്യൂട്ടറാണ്. ZP102 എന്ന് പറയുന്ന പീസോ ട്യൂട്ടറാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ട്യൂട്ടറാണ്. പിന്നെ അതിന് ഉപയോഗിക്കുന്ന ക്രോസ് ഓവർ സ്വീറ്റൻ്റെ തന്നെ 3-വേ ക്രോസ് ഓവറാണ് 100 വാട്ട്സിൻ്റെ. നമുക്കത് ഓരോ ബോക്സ് തുറന്ന് കാണാം. ഇതാണ് ഊഫർ. പക്ഷെ നല്ല പാക്കിങ്ങിനാണ് വരുന്നത്. നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ള പേപ്പറാണ് ഇത് വരുന്നത്. പേപ്പർ കോണാണ്. ബാക്ക് സൈഡിൽ മാഗ്നറ്റിന് ഒരു കവറായിട്ട് ഒരു പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇത് 4 ohms 40 വാട്ട് RMS ആണ് ഈ സബ് ഊഫർ വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്. 8 ഇഞ്ചിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്പീക്കറാണ്. ഈ സ്പീക്കറിന് ഏകദേശം 800 രൂപ റേഞ്ച് വില വരും. ഓരോ സ്ഥലത്ത് ഓരോ വിലയാണ്. ഇനി അടുത്ത് നമുക്ക് മിഡ് റേഞ്ച് നോക്കാം. മിഡ് റേഞ്ച് ഡൈനിറ്റിയിലാണ്. ഇത് വരുന്നത് 4 ohms 80 വാട്ട് മാക്സിമം ആണ്. 40 വാട്ടാണ് RMS വരുന്നത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള മിഡ് റേഞ്ച് ആണ്. ട്യൂട്ടർ വരുന്നത് സിപ്പിന്റെ പീസോ ഇലക്ട്രിക് ട്യൂട്ടറാണ്. ഏറ്റവും കുറഞ്ഞ മോഡലാണ്. 150 രൂപയ്ക്ക് വരുന്ന ട്യൂട്ടറാണിത്. നമുക്ക് ഈ ഒരു ബിൽഡിൽ ഇതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ ക്രോസ് ഓവർ സ്വീറ്റൻ്റെ തന്നെ 100 വാട്ട്സിന്റെ ഒരു ക്രോസ് ഓവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 4 ohms 8 ohms ഉപയോഗിക്കാൻ പറ്റുന്ന 3-വേ ക്രോസ് ഓവറാണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്ന ബോർഡ് തന്നെയാണത്. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്. എട്ട് ഇഞ്ചിന്റെ സ്പീക്കറും ഊഫറും 5 ഇഞ്ചിന്റെ മിഡും 2 ഇഞ്ചിന്റെ ട്യൂട്ടറും വരുന്ന രീതിയിലുള്ള ഒരു ബോക്സ് ആണ്. നമുക്കിനി ഇതിലോട്ട് സ്പീക്കർ എല്ലാം അസംബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന്റെ കണക്ഷൻ നോക്കാം. ഇപ്പൊ ഇതാണ് ഇതിന്റെ ക്രോസ് ഓവർ വരുന്നത്. ഇപ്പൊ ഇതിന്റെ കണക്ഷൻ വരുന്നത് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഊഫർ, മിഡ്, ട്യൂട്ടർ, കോമൺ, ഇൻപുട്ട്. നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഇതിൽ കൊടുക്കണം. ആംപ്ലിഫയർ എന്ന് പറയുന്ന ഇൻപുട്ട് പോസിറ്റീവ് ഇവിടെ കൊടുക്കണം, നെഗറ്റീവ് ഈ കോമണിൽ കൊടുക്കണം. എന്നിട്ട് ട്യൂട്ടറിലേക്കുള്ള പോസിറ്റീവ് ഇവിടെ നിന്ന് എടുക്കണം, മിഡിലേക്കുള്ള പോസിറ്റീവ് ഇവിടെ നിന്ന് എടുക്കണം, ഊഫറിലേക്കുള്ള പോസിറ്റീവ് ഇവിടെ നിന്ന് എടുക്കണം. നെഗറ്റീവ് എല്ലാത്തിൻ്റെ നെഗറ്റീവ് നേരെ ഈ കോമണിലാണ് വരേണ്ടത്. അതായത് ഇൻപുട്ടിലുള്ള കോമണും ഔട്ട്പുട്ടിൽ, അതായത് നമ്മുടെ സ്പീക്കറിൽ നിന്ന് വരുന്ന നെഗറ്റീവും എല്ലാം ഈ കോമണിൽ കൊടുത്താൽ മതി. അങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. സിമ്പിൾ കണക്ഷനാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ സോൾഡർ ചെയ്താൽ മതി. അത്യാവശ്യം വലിയ സോൾഡറിങ് പാഡാണുള്ളത്. ഇവിടെ നമുക്ക് സോൾഡർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സോൾഡറിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് എല്ലാ സ്പീക്കറിൽ നിന്നും ഒരു 2 അടി നീളത്തിന്റെ വയർ സോൾഡർ ചെയ്തിടണം. അങ്ങനെ കണക്ഷനിലേക്ക് പോകാം. ഇത് നമ്മൾ ആമ്പിലോട്ട് പോകുന്നതാണ്. ഈ വയർ ക്രോസ് ഓവറിന്റെ ഇൻപുട്ട് എന്ന ഭാഗത്താണ് കൊടുക്കേണ്ടത്. ഈ ഇൻപുട്ട് എന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെ. ആ ഇൻപുട്ടിൽ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നമ്മളവിടെ കൊടുക്കണം. ഈ ഇൻപുട്ടിൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന പോസിറ്റീവ് എൻ്റെ ബാക്കിലായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇനി അടുത്തത് ട്യൂട്ടർ. നമ്മൾ ട്യൂട്ടറിൽ നിന്ന് വയർ വലിച്ചിട്ടുണ്ട്. ഇതാണ് ട്യൂട്ടർ. ട്യൂട്ടറിൻ്റെ പോസിറ്റീവ് ഈ ട്യൂട്ടർ എന്ന് എഴുതിക്കുന്നെടുത്ത് കൊടുക്കണം. ട്യൂട്ടർ എന്നതായത് ഇവിടെ ഇതിൻ്റെ നേരെ ബാക്കിൽ
ഇവിടെയായിട്ട് നമ്മൾ ട്യൂട്ടർ പോസിറ്റീവ് കണക്ഷൻ കൊടുക്കും. ഇനി അടുത്തത് മിഡ് റേഞ്ചിൻ്റെ പോസിറ്റീവ് മിഡ് ഒന്ന് എഴുതിക്കുന്നതിൻ്റെ ബാക്കിലേക്ക് കൊടുക്കണം. ഇനി അടുത്ത് നമ്മൾ ഊഫറിൻ്റെ പോസിറ്റീവ് ഊഫർ എന്ന് ഇരിക്കുന്നതിനകത്ത് കൊടുക്കണം. അതായത് ഊഫർ ഇവിടെ ആയിട്ടുണ്ട്, ഇതിൻ്റെ ബാക്കിൽ ഊഫറിൻ്റെ കണക്ഷൻ കൊടുക്കണം. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇപ്പം ആംപ്ലിഫയർ എന്ന് വരുന്ന നെഗറ്റീവ്, ഊഫറിൻ്റെ നെഗറ്റീവ്, മിഡിൻ്റെ നെഗറ്റീവ്, ട്യൂട്ടറിൻ്റെ നെഗറ്റീവ്, ഈ നെഗറ്റീവ് എല്ലാം കൂടെ നമുക്ക് ജോയിൻ ചെയ്യണം. എല്ലാ നെഗറ്റീവും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം ഈ ക്രോസ് ഓവർ കോമൺ എന്ന് എഴുതിക്കുന്നത് ഈ കോമൺ പോർട്ടിൽ ഇതിൻ്റെ ബാക്കിൽ ഇവിടെ സോൾവ് ചെയ്യണം. നമ്മളതിൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണക്ഷൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ആംപ്ലിഫയർ എന്ന് വരുന്ന പോസിറ്റീവ് നമ്മളിവിടെ കൊടുക്കണം, നെഗറ്റീവ് നമ്മളിവിടെ കൊടുക്കണം. എൻ്റെ ട്യൂട്ടറിൻ്റെ, മിഡിൻ്റെ, ഊഫറിൻ്റെ എല്ലാത്തിൻ്റെയും പോസിറ്റീവുകൾ ഈ എഴുതിക്കുന്നിടത്ത് കൊടുത്തിട്ട് നെഗറ്റീവ് എല്ലാം നമ്മൾ ഈ കോമണിൽ വിടണം. അങ്ങനെയാണ് എൻ്റെ കണക്ഷൻ വരുന്നത്. പിന്നെ നമുക്ക് ഈ ബോർഡ് ഈ ക്യാബിനിലൂടെ അകത്തെവിടെ സ്ക്രൂ ചെയ്ത് വയ്ക്കാം. പോസിറ്റീവ് അപ്പോൾ നമ്മൾ ക്രോസ് ഓവർ ഇതിൻ്റെ അകത്ത് 2 സ്ക്രൂ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്രോസ് ഓവർ ബോർഡ്. ഇതിൻ്റെ അകത്ത് നമ്മൾ 2 സ്ക്രൂ വെച്ച് ബോർഡ് ഇതിൻ്റെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ട്യൂട്ടർ സ്ക്രൂ ചെയ്തിട്ടുണ്ട്, മിഡ് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഔട്ടിലോട്ട് പോകുന്ന വയർ ഒരു കെട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് വലിക്കുമ്പോൾ ബോർഡിലെ പ്രിൻ്റ് അവിടെ പറഞ്ഞു പോരും. ഇവിടെ ഒരു കെട്ടിട്ട് നമ്മൾ ടൈറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പീക്കർ കൂടെ ഫിറ്റ് ചെയ്യാം. ഈ ഒരു സ്പീക്കർ ബോക്സ് ഉണ്ടാക്കാനായി ചിലവെന്ന് പറയുമ്പോൾ സ്യൂട്ടറിൻ്റെ ഊഫറിന് ഒരു ഊഫർ 800 രൂപയാണ്. അങ്ങനെ 2 ഊഫർ വരുമ്പോൾ 1600 രൂപ 2 ഊഫറിന് മാത്രം വരും. പിന്നെ അതുപോലെ നമ്മുടെ ഡെയിൻറ്റിയുടെ 5 ഇഞ്ച് മിഡ് റേഞ്ച് ആണ്. ഈ മിഡ് റേഞ്ച് ഒരെണ്ണം 600 രൂപയാണ്. അങ്ങനെ 2 എണ്ണം വരുമ്പോൾ 1200 രൂപ മിഡ് റേഞ്ചിന് വരും. ട്യൂട്ടർ 150 രൂപ ഏറ്റവും കുറഞ്ഞ സിപ്പിൻ്റെ ട്യൂട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രോസ് ഓവർ വരുമ്പോൾ സ്യൂട്ടറിൻ്റെ 100 വാട്ടിൻ്റെ അത് നമുക്ക് വന്നിരിക്കുന്നത് ഒരെണ്ണം 300 രൂപയാണ്. അങ്ങനെ മൊത്തം 600 രൂപ അതിന് വരും. അങ്ങനെ അതുപോലെ ഈ ബോക്സ് നമുക്ക് വരുന്നത് 4000 രൂപയാണ് ഈ 2 ബോക്സും കൂടെ വരുന്നത്. അങ്ങനെ നമുക്ക് ഈ സ്പീക്കർ ഡ്രൈവർ സെറ്റ് എല്ലാം കൂടെ നമുക്കൊരു 3700 രൂപയും ബോക്സിന് ഒരു 4000 രൂപയും വരും. അങ്ങനെ ടോട്ടൽ നമുക്ക് ഏകദേശം 7800 രൂപ ടോട്ടലാകും. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഓയർ കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ ഒരു 8 രൂപ, ഈ ബുഷ് കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് വരുമ്പോൾ ഒരു 8 രൂപ ടോട്ടലാകും. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ കാണാം. കോപ്പിറൈറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു സോങ് നമുക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അസംബ്ലിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലത്തെ ഒരു ബോക്സ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഈ എമൗണ്ടൊക്കെ വരും. അതുപോലെ നമ്മൾ MDF അതുപോലെ പല ടൈപ്പ് നമുക്ക് ചെയ്യാം. ബോക്സിൻ്റെ അളവ് ചെയ്യുന്ന രീതി അനുസരിച്ച് വിലയുടെ വ്യത്യാസം വരും. 8, 9, 10 ആ റേഞ്ചൊക്കെ വരും. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്യുന്നതാണ് ഈ ടൈപ്പ്. ഇനി ഇതിൽ നമുക്ക് ഊഫറിൻ്റെ വാട്ട്സ്, മിഡിൻ്റെ വാട്ട്സ്, പിന്നെ
ക്രോസ് ഓവർ ഇതെല്ലാം ബ്രാൻഡ് മാറുന്നതനുസരിച്ച് പല വിലകളും വരും. അപ്പോൾ ഇതൊരു ഓവറോൾ ഒരു വിലയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടിയും വരാം കുറഞ്ഞും വരാം, നിങ്ങൾ ഓരോ സ്ഥലങ്ങളനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡെമോ വീഡിയോ ആക്കാം. നമ്മളിപ്പോൾ നോൺ കോപ്പിറൈറ്റ് സോങ് ആണ് ഇപ്പോൾ ഇടുന്നത്, ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റേതായ ചെറിയ ക്വാളിറ്റി വ്യത്യാസം വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് ഒരു 3-വേ ബോക്സ് എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.